പറഞ്ഞ് സദാസമയം പക്ഷപാതം ചെയ്യുന്ന പുത്രൻ തമ്പുരാൻ പിതാവിന്റെ അടുക്കെ നമുക്ക് വേണ്ടിയുണ്ട്. എത്ര പേർക്ക് ഇന്ന് രാത്രി ആമേൻ പറയാൻ കഴിയുന്നു? ശബ്ദമുയർത്തി ആമേൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, നമ്മളൊക്കെ ചെയ്യുന്ന കുറ്റം കുറവും തെറ്റുകളും വീഴ്ചകളും അനുസരണക്കേടും അവിശ്വസ്തതകളും ദൈവം കണക്ക് പറഞ്ഞ് അതിന് ശിക്ഷ വിധിച്ചായിരുന്നെങ്കിൽ ദേവാലയത്തിൽ നല്ല ഈ ഭൂമിയിൽ തന്നെ നമ്മൾ കാണത്തില്ലായിരുന്നു. മണ്ണിന് മണ്ണോടായി എപ്പോഴേ തീർന്നു പോയേനും. പക്ഷെ ഇത് കൃപായുഗമാണ്, ഇത് കൃപായുഗമാണ്. പുത്രന്റെ ഒന്നാം വരവ് മുതൽ രണ്ടാമത്തെ വരവിന്റെ കാഹള മധ്യാകാശത്തിൽ മുഴങ്ങുന്ന സമയം വരെ ആ യുഗത്തെ കൃപായുഗമെന്ന് പറയുന്നത്. ഈ യുഗത്തിന്റെ അകത്ത് ജീവിക്കുന്ന ഒരു പൈതലിന്, ഒരു വ്യക്തിക്ക്, അപ്പാ എന്നോട് ക്ഷമിക്കണമേ, എന്നോട് കരുണ തോന്നണമേ, എന്നോട് മനസ്സലിയണമേ ഒന്നൊരുവൻ ഭൂമിയുടെ എവിടെ ഒന്ന് വിളിച്ചാലും ആ വിളിയുടെ മുമ്പിൽ സ്വർഗം നിൽക്കും, ആ വിളിയുടെ മുമ്പിൽ സർവശക്തൻ നിൽക്കും. ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്നൊരുവൻ ഉച്ചത്തെ വിളിച്ചപ്പോ പുരുഷാരത്തിന്റെ ആരവാരം യേശുവിന്റെ യാത്രയിൽ ഈ ശബ്ദം കേൾക്കാതെ മറച്ചില്ല. ഹല്ലേലൂയ. പുരുഷാരത്തിന്റെ ആരവാരത്തിന്റെ അകത്തൂടെ ഈ ശബ്ദം യേശുവിന്റെ കാതിലെത്തി എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യക്ക് അകത്തിരുന്നോണ്ട്, നിന്റെ ബെഡ്റൂമിന്റെ അകത്തിരുന്നോണ്ട്, നിന്റെ പ്രാർത്ഥന പായിക്കകത്തിരുന്നുകൊണ്ട് അപ്പാ എന്ന് വിളിച്ചാൽ സ്വർഗത്തിലെ ദൈവം നിന്റെ നിലവിളിയുടെ മുമ്പിൽ ഇറങ്ങി വരും. ഇന്ന് രാത്രി എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയുന്നു? ഈ ഭൂമിയുടെ അറ്റത്ത് പോയി ഒളിച്ചാലോ അവിടെ എന്റെ കരം നിന്നോട് കൂടെ ഇരിക്കും. ഈ ഭൂമിയുടെ അറ്റത്ത് പോയെന്ന് പത്തനംതിട്ടയിൽ എന്റെ ചർച്ചില് കുഞ്ഞുങ്ങൾ പറയാറുണ്ട്. ഹല്ലേലൂയ. സ്വന്തം ഈ ഭൂമിയുടെ അറ്റം എന്നൊക്കെ പറയുന്നത് ചിലപ്പം സീതത്തോടായിരിക്കുമെന്ന്. ഞങ്ങളുടെ നാട്, ഞങ്ങളുടെ ഗ്രാമം, ഹല്ലേലൂയ എന്ന് പറയുന്ന ഒരു മലയുടെ മണ്ടയാ. ഹല്ലേലൂയ. സ്വന്തം അങ്ങേ അറ്റത്തൊന്ന് ഇത്രയും കിലോമീറ്ററുകൾ ഇപ്പുറത്ത് വന്ന് സാമ നിൽക്കുമ്പോ, ഹല്ലേലൂയ, ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാ. അന്ന് അവിടെ ഇരുന്ന് നിലവിളിച്ചത് ദൈവം കണ്ടില്ലായിരുന്നെങ്കിൽ, അന്ന് അവിടെ ഇരുന്ന് വേദനിച്ച ദൈവം കണ്ടില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ യേശുവിന്റെ സാക്ഷിയായി നിൽക്കാൻ കഴിയത്തില്ല. ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞത് നിങ്ങളെ പോലെ ഒരു മനുഷ്യരല്ല, അഖിലാണ്ടത്തിന്റെ ഉടയവന് നമ്മോട് പറയാനുള്ള ദൂത്. നിങ്ങൾ കാത്തിരുന്ന് ശക്തിയെ പ്രാപിച്ച നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. സാമിന്റെ അപ്പൻ സജിയെ കുറിച്ച് പറയാനല്ല സാമ മൈക്കെടുത്തോണ്ട് നിൽക്കുന്നേ. സാമിന്റെ അമ്മ മോളിയെ കുറിച്ച് പറയാനല്ല സാമ മൈക്കെടുത്തോണ്ട് നിൽക്കുന്നേ. സാമിന് പറയാനുള്ളത് സാമിന്റെ രക്ഷകനും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശുവിനെ കുറിച്ച് പറയാനാണ്. ഇന്ന് രാത്രി എത്ര പേർക്കൊന്ന് ശബ്ദമുയർത്തി പറയാ, എന്റെ രക്ഷകനും കർത്താവുമായ എന്റെ വീണ്ടെടുപ്പുകാരനായ എനിക്ക് മറുവിലയായി തീർന്ന യേശുവിന്റെ മഹിമ കണ്ട സാക്ഷിയാ എന്റെ ആയുസ് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള എത്ര പേർ എന്നെ കേൾക്കുന്നു? ആയുസ് മുഴുവൻ സോനു ബ്രദറെ, വിജയ് ബ്രദറെ, സഹോദരങ്ങളെ, പിതാക്കന്മാരെ, മാതാക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ആയുസ് മുഴുവൻ കർത്താവിന്റെ മഹിമ കണ്ട സാക്ഷിയായി ജീവിക്കണമെന്ന് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ആഗ്രഹമുള്ള എത്ര പേർ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നു?